യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മകളുടെ മോചനത്തിനായി ഒരമ്മ നടത്തുന്ന പോരാട്ടം. യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ പ്രേമകുമാരി ഒടുവിൽ യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. വിമാനത്തിലും റോഡ് മാർഗവുമാണ് യാത്ര. കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷയുടെ മോചനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ. 2017 നടന്ന കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 വർഷമായി യമനിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. യമനിലേക്ക് പോയ പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോമുമുണ്ട്. മുംബൈയിൽ നിന്നും യമനിലെ ഏഡൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ശേഷം കരമാർഗമാണ് സനയിലേക്ക് പോകുക. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇരുവരും ജയിലിലെത്തി നിമിഷപ്രിയയെ സന്ദർശിച്ചേക്കും. നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ 100% പ്രതീക്ഷയുണ്ടെന്ന് അമ്മ പ്രേമകുമാരി. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എന്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാന്ന് പറയാനായി. പ്രേമകുമാരി തിരികെ എത്തുമ്പോൾ നിമിഷപ്രിയയും ഒപ്പമുണ്ടാകുമെന്ന് സാമുവൽ ജെറോം. I cannot reveal all the things at this point of time. I have made a lot of groundwork and everybody knows that we are coming. So that is what I can say at this point of time. First we will land in Aden and then we will go to Sana. Then I put a plan, groundwork where we will meet the people who are going to support us. Then we will continue, we will progress I mean, I would not say negotiations, but the process of asking the forgiveness. That is what we will be doing. So everything is in place, right? യമൻ പൌരൻ തലാൽ അബ്ദുമഹദി 2017 കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ശരിയത്ത് നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ യമനിൽ നടക്കും. ന്യൂസ് 18 കൊച്ചി.